നമസ്കാരം. നമുക്കറിയാം, പൊതുവെ പ്രവാസ ജീവിതം അനുഭവിക്കുന്ന പ്രവാസികൾ നാട്ടിലേക്ക് അവധിക്ക് പോകുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ്. എൻ്റെ ഒരു സുഹൃത്ത് പ്രവാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം 2 വർഷത്തോളം ഗൾഫിൽ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. നാട്ടിലേക്കൊന്നും പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് 2 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് പോകാനായിട്ട് അദ്ദേഹം തയ്യാറായി. പക്ഷേ അദ്ദേഹം ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം, അയാളുടെ വീട്ടിലൊരു അക്വേറിയം ഉണ്ട്. ഈ കാണുന്ന പോലെ എൻ്റെ വീട്ടിലുള്ള ഒരു അക്വേറിയം ഉണ്ട്. ഈ എൻ്റെ വീട്ടിൽ കാണുന്നുള്ള കുറേ ചെടികളുണ്ട്. അപ്പോൾ ഈ ചെടികളും അക്വേറിയവും എങ്ങനെ പരിപാലിക്കും? 1 മാസത്തേക്ക് നാട്ടിൽ പോകുമ്പോൾ എങ്ങനെ ഇതിന് തീറ്റി കൊടുക്കും, അല്ലെങ്കിൽ ചെടികളുമൊക്കെ എങ്ങനെ വെള്ളം കൊടുക്കും എന്നൊരു കൺഫ്യൂഷൻ അദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അവർക്ക് തമ്മിൽ പരിചയമുള്ള ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യനെ കീ ഏൽപ്പിച്ചാൽ മതി. സാധാരണ അവിടെയുള്ള എല്ലാ ആൾക്കാരും അദ്ദേഹത്തെയാണ് കീ ഏൽപ്പിക്കുന്നത്. പ്രത്യേകിച്ച് വണ്ടിയുടെ കീ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഒരാഴ്ച കൂടുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ദിവസവും വന്ന്, അല്ലെ 2 ദിവസം കൂടുമ്പോൾ വന്ന് വീടുകളിൽ വന്നിട്ട് AC എല്ലാം ശരിയാണോ, അല്ല മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, മീനൊക്കെ തീറ്റ കൊടുക്കും, ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് പോകും. വളരെ വിശ്വസ്തനാണെന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലവിടെ ഈ മനുഷ്യൻ അയാളുടെ കയ്യിൽ കീ കൊടുത്തു. വീട്ടിൽ CCTV ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ഇയാൾ വരുന്ന സമയമൊക്കെ നമുക്കറിയാം, ഇപ്പോഴത്തെ ക്യാമറയ്ക്കൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ വരും നമ്മുടെ മോഷൻ നടക്കുന്ന സമയത്ത്. അപ്പം ആ ഒരു മൂവ്മെൻറ്റ് സമയത്ത് മോഷൻ ഡിറ്റക്റ്റ് ചെയ്യുകയും ഈ നാട്ടിലുള്ള ഇവന് ഒരു ഇൻഫർമേഷൻ കിട്ടുകയും ഇവൻ ക്യാമറ ഒക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ മനുഷ്യൻ വരുന്നുണ്ട്. ഒരു കസേരയെ പോലെ ആ മനുഷ്യൻ ഇരിക്കുന്നില്ല. മീന് തീറ്റ കൊടുക്കുന്നു, ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. 1-2 ആഴ്ച കൂടുമ്പോൾ വണ്ടിയുടെ താക്കോൽ എടുത്തുകൊണ്ട് പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചുകൊണ്ട് വെച്ചിട്ട് അയാളങ്ങ് പോകും. അപ്പം അയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് ഇവനും തോന്നി. തിരിച്ചു വന്നു, അയാൾ കീയൊക്കെ കൊടുത്തു. അപ്പം ഇവർ തമ്മിലുള്ള സൗഹൃദം ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. അപ്പം ഈ മനുഷ്യൻ, അതായത് ഈ പ്രായമുള്ള മനുഷ്യൻ എന്നാണ് നാട്ടിൽ പോകുന്നത്, സാധാരണ ഇതിൽ നാട്ടിൽ പോകുന്നതെന്ന് ഇവന് സംശയം വന്നു. കാരണം ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ ഇയാളുടെ കയ്യിൽ മിനിമം ഒരു 8-9 ഫ്ലാറ്റിൻ്റെ കീ ഉണ്ട്. ഇയാൾ പൈസ ഒന്നും മേടിച്ച് ചെയ്യുന്നതല്ല, അയാളുടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ചെയ്യുന്നതാണ്, ഫ്രീ ആയിട്ട്. അപ്പം ഇവൻ സ്വാഭാവികമായിട്ട് കരുതി അയാൾ ബാച്ചിലറാണ്, ഒരു പക്ഷേ ഏപ്രിൽ മെയ് സമയത്തായിരിക്കും പോകുന്നതെന്ന് കരുതി. അപ്പം ഈ ഏപ്രിൽ മെയ് സമയത്ത് ഇയാൾ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ദിവസം ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഇവൻ ചോദിച്ചു, ഇക്ക എന്നാണ് നാട്ടിൽ സാധാരണ പോകുന്നത്? അപ്പം അയാൾ വളരെ പുഞ്ചിരിച്ചോട് പറഞ്ഞു, കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ നാട്ടിൽ പോയിട്ടില്ല. അപ്പോൾ ഇവൻ അന്വേഷിച്ചു എന്താണ് കാരണം. അപ്പോൾ പറഞ്ഞു, ഈ മനുഷ്യൻ നാട്ടിൽ ചെറിയൊരു ജോലിയൊക്കെ ഉണ്ടെന്നാണ്, ഗൾഫിലേക്ക് വന്ന് ചെറിയൊരു സ്ഥാപനം തുടങ്ങി, ചെറിയൊരു ബക്കാല പോലെ തുടങ്ങി. ഈ ബക്കാലയ്ക്ക് കൂട്ടുപിടിക്കാനായിട്ട് നാട്ടിലുള്ള ഈ ഗൾഫിൽ ഓൾറെഡി ഉണ്ടായിരുന്ന 1-2 ആൾക്കാരെ കൂടി ചേർത്ത് ബക്കാല നടത്തി മുഴുവനും പൊട്ടി പാളിഷായിപ്പോയി. മാത്രവുമല്ല, ഈ കൂടെയുള്ളൊരു കൂട്ടുകാരന് വലിയൊരു പ്രശ്നം വന്നപ്പം ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പാസ്പോർട്ട് പണയം വെച്ച് പൈസ എടുത്ത് ഈ കൂട്ടുകാരനെ സഹായിച്ചു. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞ് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പൈസ അയച്ചു തരാമെന്ന് കരുതു. പക്ഷേ നാട്ടിൽ പോയ കൂട്ടുകാരൻ്റെ യാതൊരുമായ വിവരമില്ല. അപ്പം ആ പൈസയും പോയി, പാസ്പോർട്ട് പണയവും ഇതിലായി, വിസ പുതുക്കാൻ പറ്റാതായി, പല പ്രശ്നങ്ങളായി. അങ്ങനെ ഓരോ ദിവസങ്ങൾ പ്രശ്നങ്ങൾ കൂടി കടന്ന് ഏകദേശം ആ പ്രശ്നങ്ങൾ കൂടി കടന്ന് 15 വർഷത്തോളമായി ഈ മനുഷ്യൻ നാട്ടിൽ പോയിട്ട്. ഇയാളുടെ ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു കാര്യം പറഞ്ഞാൽ, ഇയാൾ പോരുമ്പം ഇയാളുടെ 2ാമത്തെ മോൾക്കെങ്ങാണ്ട് ഏതോ 6 മാസം പ്രായം കണ്ടേ ഉള്ളൂ. ഇന്ന് ഈ കുഞ്ഞിനെ ഇതുവരെയായിട്ട് അയാൾ നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ടെക്നോളജിയൊക്കെ വളർന്ന് വാട്സപ്പും വീഡിയോ കോളൊക്കെ ഉള്ളത് കാരണം അയാൾ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണുന്നേ ഉള്ളൂ. എൻ്റെ ഈ കൂട്ടുകാരനെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം വളരെയധികം വിഷമത്തിലാക്കി. ആ മനുഷ്യന് കുറേ കടമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ചില കടകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചെറിയ ജോലികളൊക്കെ ചെയ്ത് കടയൊക്കെ പോയി, കൂട്ടുകാരോട് കൂടി കടമാക്കി, അവർ കുറേ കാശുണ്ടാക്കി ഈ മനുഷ്യനെ പറ്റിച്ച് കടയൊക്കെ പോയി. പക്ഷേ ചെറിയ കടങ്ങൾ അയാൾ ചെറിയ ജോലികളൊക്കെ ചെയ്ത് വീട്ടുന്നുണ്ട്. അപ്പോൾ ഇവന് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ്റെ കൂട്ടുകാരിലുള്ള സർക്കിളിലൊക്കെ ആൾക്കാരോട് പറഞ്ഞു, ഈ മനുഷ്യനെ നമുക്ക് സഹായിക്കണം, കാരണം അയാൾ കഷ്ടപ്പെടുന്നുണ്ട്, നമ്മളൊക്കെ ഒത്തിരി സഹായിക്കുന്ന മനുഷ്യനാണ്, നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. അങ്ങനെ ഈ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന്, ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് അത്യാവശ്യം നല്ലൊരു തുക കടമുണ്ട്. പക്ഷേ ഈ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നപ്പം ഓരോരുത്തരും കുറച്ച് എമൗണ്ട് എടുത്തപ്പം ഈ ഭീമമായ തുക അത്ര വലിയ ഭീമമായി മാറിയില്ല. എല്ലാവരും കൂടെ ചേർന്ന് അയാളുടെ കടം വീട്ടി എംബസിയുമായി കോൺടാക്ട് ചെയ്ത് ഇയാൾക്ക് നാട്ടിൽ പോകാനുള്ള പേപ്പർ വർക്ക്സുകളെല്ലാം മൂവ് ചെയ്തു. അയാളെ നാട്ടിലേക്ക് കയറ്റി വിട്ടു. ഒപ്പം നാട്ടിലയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ഒരു പക്കാല ചെറിയൊരു പിടിയിടാനുള്ള കാശും കൂടെ റെഡിയാക്കി ഇയാൾക്ക് കൊടുത്തു വിട്ടു. 15 വർഷത്തെ പ്രവാസ ജീവിത ശേഷം നാട്ടിൽ പോകാതെ ആ മനുഷ്യൻ നാട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ കൂട്ടുകാരനെ ശരിക്കും എനിക്ക് വളരെ സന്തോഷം തോന്നി, അവൻ്റെ നല്ലൊരു മനസ്സ്. കാരണം അവൻ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് നടന്നത്. അപ്പോൾ ഈ പോയ മനുഷ്യൻ ഈ കൂട്ടുകാരോട്, അതായത് ഇവൻ ഈ ആൾക്കാരോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇതുപോലെ പലരുടെയും ചതിയിൽപ്പെട്ട് ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് മലയാളികളും മറ്റാൾക്കാരും പ്രവാസ ജീവിതത്തിൽ കിടപ്പുണ്ട്. ഒരുപക്ഷെ നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരായിരിക്കും. നമ്മളുടെ തിരക്ക് കാരണം നമ്മൾ തിരക്കാരെ ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ നാട്ടിൽ പോയോ ഇല്ലെന്ന് ചോദിക്കാറില്ല. ഒരുപാട് വർഷം നാട്ടിൽ പോകാത്ത പല വ്യക്തികളും ഗൾഫിൽ കുടുങ്ങി കിടപ്പുണ്ട്. നമ്മളൊക്കെ വിചാരിച്ചാൽ ചിലപ്പം അവരെയൊക്കെ സഹായിക്കാൻ പറ്റുമായിരിക്കും. അപ്പം ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് കാണിച്ച ഈ സ്നേഹം മറ്റുള്ളവരിലൂടെ കാണിക്കാൻ ശ്രമിക്കുക. അവരൊക്കെ നാട്ടിൽ പോട്ടെ. വലിയൊരു ഒരു ജീവിത മാർഗം തേടി ഗൾഫിൽ വന്ന് പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ തിരിച്ച് പോകാൻ പറ്റിയ അതിലും വലിയ പുണ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ പോയി. ഇന്ന് അവർ പല ആൾക്കാരെയും തിരയുന്നുണ്ട്, പല ആൾക്കാരെയും കണ്ടുമുട്ടുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളറിയാത്ത, അല്ല നമ്മൾ കാണുന്ന പല ആൾക്കാർക്കും നമ്മളറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ കാണും. ചിലപ്പോൾ നാട്ടിലേക്കൊന്നും പോകാൻ പറ്റാതെ പണ്ടൊക്കെ ആണെങ്കിൽ 1-2 വർഷം കൂടുമ്പോൾ നാട്ടിൽ പോകുന്നവരുണ്ട്, എല്ലാ വർഷവും നാട്ടിൽ പോകുന്നവരുണ്ട്. വർഷങ്ങളോളം തൻ്റെ ഭാര്യയും അമ്മയും അപ്പനെയും കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയും കാണാതെ ഈ മരുഭൂമി കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളൊക്കെ ചിലപ്പം വലിയൊരു എമൗണ്ട് ആയിരിക്കും പലപ്പോഴും അവർക്കും അവിടെ മുന്നുള്ള കടം. പക്ഷേ കുറേ ആൾക്കാർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ എമൗണ്ടൊക്കെ വളരെ സിമ്പിളായിട്ട് മാറും. പലർക്കും സ്വന്തം നാട്ടിലേക്ക് എത്താൻ സാധിക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു അനുഗ്രഹം ദൈവം തരട്ടെ. അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ സഹായിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.